ഇപ്പോൾ നമുക്ക് അടുത്ത ദൃശ്യങ്ങളിലേക്ക് കൂടി പോകേണ്ട സമയമാണ്. ഇനി ഒരാൾ കൂടിയാണ് ഇനി ബാക്കി നടന്ന് നീങ്ങാൻ ബാക്കിയുള്ളത്. അതെനിക്ക് തോന്നുന്നു അവസാന ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ റീഡ് വൈസ്മാൻ അല്ലെങ്കിൽ ജെറമി ഹാൻസൺ, ഇവരിൽ ആരോ ഒരാളാണ്. അവരെ ഇനി റിക്കവറി ഈ ഷിപ്പിൽ നിന്നും മാറ്റേണ്ടതുണ്ട്. ചില പ്രതികരണങ്ങൾ to have the crew here on the ship and in Med Bay. You know, our team has been preparing and working really hard, and I'm just so proud of them all. Everything went very well, just as planned. Our teammates in Houston, the flight control team was just amazing. We were able to have great conversations and communications about everything. And I don't know what else to say. I'm just so ecstatic. It's such a wonderful feeling to get to this point. Again, we still have to get the capsule, but this is huge for all of us in landing recovery. And I couldn't do this without my team, and of course the full support of the U.S. military. There's going to be lots of high fives when we get the capsule back in, and I'm so happy that the crew's doing well. Ryan's doing well. And ലിലിയാന വില്ലാറയിലാണ് തന്റെ പ്രതികരണം വ്യക്തമാക്കുന്നത്. ഇത്രയും അതിശയകരമായ ഒരു ദൗത്യം, അത് പുഷ്പം പോലെ സാധിച്ച ആ ടീം അംഗങ്ങളോടുള്ള അഭിമാനം, ഹ്യൂസ്റ്റണിൽ നിന്നുള്ള കരയിൽ നിന്ന്, അതായത് അമേരിക്കൻ മിലിറ്ററിയും അതേപോലെ തന്നെ അമേരിക്കൻ ബഹിരാകാശ ദൗത്യ സംഘവും നാസ ഒന്നിച്ച് ഒരു കൈമെയ് മറന്ന് പ്രവർത്തിച്ച 10 ദിവസത്തെ ദൗത്യം, ആ ദൗത്യത്തിൽ ഉള്ള തന്റെ സന്തോഷം ആ ടീം അംഗങ്ങളെ മുഴുവൻ അഭിനന്ദിക്കുകയായിരുന്നു ലിലിയാന വില്ലാറയിൽ. എന്തായാലും ഭൂമിയിൽ നിന്ന് കാണുന്നവർക്ക് ഏറെ കൗതുകമുള്ള കാഴ്ചയാണ്. സ്പ്ലാഷ് ഡൗൺ എന്ന് പറയുന്ന പാരഷ്യൂട്ട് വിടരുന്നു, ഭൂമിയിലേക്ക് പേടകം വരുന്നു, ഓറിയോൺ അങ്ങനെ ഭൂമിയുടെ ഭാഗമായി തിരികെ എത്തുന്നു. അതിമനോഹരമായ കാഴ്ച. ശാന്തസമുദ്രത്തിൽ നിന്ന് കാലിഫോർണിയയിലെ സാന്റിയാഗോയ്ക്കടുത്താണ് ഈ സ്പ്ലാഷ് ഡൗൺ സംഭവിച്ചത്. അവിടെ നിന്ന് ഇനി ഹ്യൂസ്റ്റണിലെ ജോൺ സ്പേസ് സെന്ററിലേക്കാണ് ഇവരെ മാറ്റുക. എന്തായാലും സാധാരണ ഈ സീറോ ഗ്രാവിറ്റിയിൽ നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ ആ ഗ്രാവിറ്റേഷണൽ ഡിഫറൻസ് വരുമ്പോൾ ചലനം കറക്റ്റ് ആകാറില്ല, നടപ്പൊക്കെ കൃത്യമാകാറില്ല. ഇങ്ങോട്ട് കാല് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും, നേരെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. കൂളായിട്ടാണ്, അതായത് ഒരു ദിവസത്തെ പണി കഴിഞ്ഞ് ഉമ്മറത്തിരുന്ന് കഥ പറഞ്ഞ് ചിരിക്കുന്ന രണ്ടുപേരെ പോലെയുള്ള ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കാര്യങ്ങൾ ചന്ദ്രനിൽ പോയി വരിക എന്ന് പറയുന്നതൊക്കെ അപ്പുറത്തെ വീട്ടിലേക്ക് പോയി തിരികെ എത്തുന്ന മട്ടിലേക്ക് പുരോഗമിക്കുകയാണ്. എന്തായാലും ചൈനയ്ക്കും റഷ്യയ്ക്കും ഒക്കെ മുൻപ് ഈ ഒരു ദൗത്യം പൂർത്തിയാക്കണമെന്ന് അമേരിക്കയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. പണ്ട് ഈ ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ ഉള്ള ഒരു മത്സരമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും മത്സരം, ആരോഗ്യകരമായ മത്സരം നല്ലതാണ്. ഇനി ചൊവ്വയിലേക്കുള്ള അവരുടെ ദൗത്യങ്ങൾക്കുള്ള ഒരു നാന്ദിയാണ്. ചന്ദ്രനിലേക്ക് വീണ്ടും മനുഷ്യനെ അയക്കുന്നതിനുള്ള ആ ദൗത്യത്തിനുള്ള ഒരു നാന്ദിയായിട്ടൊക്കെയാണിത്. ഈ ദൗത്യ സംഘത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിനന്ദിച്ചു എന്നുള്ള ആ ഒരു വിവരം കൂടെ പുറത്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന മുഹൂർത്തങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു വശത്ത് യുദ്ധവും അങ്ങനെ സംഘർഷങ്ങളും ഒക്കെ അങ്ങനെ നടക്കുമ്പോൾ ഇതുപോലുള്ള ചില നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ കഴിഞ്ഞാൽ എത്ര നന്നായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അത്രയും അഭിമാനകരമായ ചരിത്ര നേട്ടത്തിന് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ഈ ഒരു സമയത്ത്. അപ്പോൾ അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല എന്നാണ് ലിയാന അല്പം മുൻപ് പറഞ്ഞത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. നമുക്ക് ശരി, ഏതായാലും നമ്മൾ ഇടവേള എടുത്താൽ ഒരു പക്ഷേ ഈ അത്യപൂർവമായ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മിസ്സായി പോകും. അപ്പോൾ അത് വേണ്ട. അപ്പോൾ നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ ഈ എയർലിഫ്റ്റ് ചെയ്ത് അവരെ കൊണ്ടുവരിക, ഈ 4 പേരെയും പേടകത്തിൽ നിന്ന് ആ ഒരു റാഫ്റ്റിലേക്ക് എത്തിച്ചിട്ട് അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതും വളരെ അപൂർവമായ ഒരു കാഴ്ചയായി. ഏറ്റവും പ്രാദേശികമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കിയെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ പക്ഷി, അമ്മ പക്ഷി തന്റെ കുഞ്ഞുങ്ങളെ അതിനിങ്ങനെ ചെറുകിൽ ഇങ്ങനെ കാലിൽ ക്യാരി ചെയ്തു പോകാൻ പറ്റുമായിരുന്നെങ്കിൽ അതേപോലൊരു ദൃശ്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ റാഫ്റ്റിൽ നിന്ന് ഇങ്ങനെ റാഞ്ചി പറക്കുന്ന ആ ഒരു ഹെലികോപ്റ്റർ, അപ്പോൾ ഈ മർദ്ദവ്യത്യാസങ്ങളൊക്കെ എത്ര കൂളായിട്ടാണ് അവർ നേരിടുന്നത് എന്നുള്ളതാണ്. 4 ഹെലികോപ്റ്ററുകൾ ഒരേ സമയം 4 പേരെയും കൊണ്ടുവന്ന് ആ കപ്പലിൽ അവിടെ ഇറക്കുന്നു. ഒരുമിച്ചാണ്, ഒരേ സമയമാണ് അവരെ പുറത്തേക്ക് എത്തിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. അതിനുശേഷം കുറച്ച് ആ ദൃശ്യങ്ങളൊക്കെ തന്നെ അവരെ ചിത്രീകരിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു. അവർ നടന്നു പോകുന്നത് നമ്മൾ കണ്ടു. ഒരല്പസമയം ഒന്ന് ചെറിയൊരു സപ്പോർട്ട് അവർക്ക് കൊടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് വളരെ സ്വാഭാവികമായി അവർ നടന്ന് പോകുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ നടന്നു പോകുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഒരു ചെയറുമായിട്ട് ഒരാൾ പിന്നാലെയുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവര് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു
പ്രശ്നമുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ആ ചെയറിൽ കൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനങ്ങളും അതുകൊണ്ട് തന്നെ കൃത്യമാണ് പ്ലാൻ എയും പ്ലാൻ ബിയും പ്ലാൻ സിയും ഒക്കെ ഉണ്ടാക്കിയുള്ള കൃത്യമായി പ്ലാൻ ചെയ്ത ആ ദൗത്യത്തിന് പര്യവസാനമായിരിക്കുകയാണ്. നമ്മൾ ഒരിക്കലും കാണാത്ത ചന്ദ്രന്റെ മറുപുറം കണ്ട് 10 ദിവസത്തിന് ശേഷം ആ 4-അംഗ സംഘം തിരികെ എത്തിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.